ഹലോ ഹായ്, വെൽക്കം ടു മൂവീസ് കപ്പിൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു മൂവി ആയിട്ടാണ് ഖലീഫ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൂവിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യമേ നമ്മൾ പോസിറ്റീവ് അല്ലേ? എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ അവരെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ നീൽ എന്റെ മെയിൻ വില്ലനായിട്ട് അഭിനയിക്കുന്നത് ലാലേട്ട്, ഒരു മൂന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നു. ആദ്യം ഭയങ്കരമായിട്ട് ഒരു സ്ക്രീൻ പ്രസൻസ് കിഡിലൻ ആണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ആ ഒരു കഥാപാത്രത്തിന് പറ്റിയ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് പൃഥ്വിരാജിനുള്ളത്. പിന്നെ മോഹൻലാലിനെ അഞ്ചാൻ പറഞ്ഞ പോലെ മോഹൻലാലിനെ കാണിച്ചത് ആ സമയത്ത് ഭയങ്കര തിയേറ്റർ ആണെങ്കിൽ ഭയങ്കര കൈയ്യടിലും എല്ലാം കൂടെ കേട്ടോ. അത്ര ആൾക്കാർ അവിടെ ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞത് ആ ഒരു മോഹൻലാൽ വന്ന സീനില്ല. പിന്നെ സ്റ്റൺസ്, അതായത് ഒരു ബോക്സിംഗ് രീതിയിലുള്ള പൃഥ്വിരാജ് ഭയങ്കര ബോക്സറാന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പഞ്ച് ഭയങ്കര പവർഫുൾ പഞ്ചാണ്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് നല്ലൊരു സാധനമായിട്ടൊക്കെ തോന്നിയത്. ഇനി എന്റെ ഒരു പടം മൊത്തത്തിൽ ഞങ്ങൾ എക്സൈറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. ഇത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനെ അങ്ങനെ ഒരു മൂവി അല്ല. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങനെ ഒരു മൂവി അല്ല. പിന്നെ വൈശാഖിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന വൈശാഖ്, നമുക്കറിയാം ആളുടെ ഒരു കളർഫുൾ രീതിയിലുള്ള മൂവി ആയിരിക്കും. ഒരു സീരിയലിന്റെ ഒരു എക്സ്റ്റൻഡ് ഒരു വേർഷൻ. എനിക്ക് ആളുടെ ഒരു പുലിമുരുകൻ മാത്രമാണ് സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം വേറൊരു ടൈപ്പ് ഓഫ് മൂവീസ് ആണ്. അത്ര അങ്ങോട്ട് ആളുടെ ഒരു ഫാൻ അല്ല ഞാൻ. അതും കൂടെ കൊണ്ടാകാം എനിക്ക് കഥ പറഞ്ഞ രീതിയും തിരക്കഥയും ഒന്നും അങ്ങോട്ട് എനിക്ക് കണക്ട് ആയില്ല. ചിലപ്പോ നമുക്ക് അത്ര റിലേറ്റീവ് അല്ലാത്ത ഒരു സ്റ്റോറി കണ്ടന്റ് ആയതുകൊണ്ടായിരിക്കാം. ഒരു സ്വർണ്ണക്കടത്ത് അങ്ങനത്തെ പഴയൊരു കുറെ മൂവീസിന്റെ ഒക്കെ ഒരു സാമയൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ നശിക്കുമ്പോഴേക്കും അല്ല, ഒരാൾ വളരുമ്പോൾ മറ്റൊരാൾക്ക് സഹിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു മൂവിയാണിത്. ഒരു എൻഡിങ് ഒക്കെ ആകുമ്പോഴേക്കാണ് മോഹൻലാലിനെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നത്. അടുത്ത ഒരു സിനിമ മോഹൻലാലിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പൃഥ്വിരാജിനെ പറഞ്ഞത് ഈ പടം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് മോഹൻലാലിനെ വെച്ചിട്ട്. പക്ഷെ പുള്ളിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കിടിലമായിട്ടാണ്. അതെനിക്ക് സെക്കൻഡ് പാർട്ട് ഇപ്പം ഇത് വരുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. കാര്യം ഇതിനകത്ത് ഇന്ദ്രൻസ് ഒക്കെ ആളെയൊക്കെ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന ഒരു പ്രായമായ രീതിയിലാണ്. അപ്പം മുന്നോട്ട് ഒരു ചെറുപ്പകാലം കാണിക്കാൻ സാധ്യതയുണ്ട്. മോഹൻലാലിന്റെ ഇനിയിപ്പോ അത് വരുവാണെങ്കിൽ ആളുടെ ഇച്ചിരി കൂടെ പ്രാധാന്യമുള്ള കഥാപാത്രം അതിനകത്ത് വരും. പിന്നെ ഇതിനകത്തൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ല. അപ്പം അതൊക്കെയാണ് കാര്യം. ഇന്ദ്രൻസ് ഇപ്പൊ പഴയ ഇന്ദ്രൻസ് അല്ല, ഒത്തിരിയേറെ വളർന്നുപോയ ഒരു താരമാണ്. അപ്പം ആളിൽ നിന്നൊക്കെ നമ്മൾ ഇച്ചിരിയും കൂടി സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പം പിന്നെ പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോറും മാത്രമല്ല, അതിനുള്ള പാട്ടുകളും എനിക്ക് ബീറ്റാണ് വരുന്നത്. നല്ലൊരു രസമുണ്ട് അത് കേൾക്കാനായിട്ട്. പിന്നെ ഒരു സ്ലോ മോഷനും അങ്ങനെ ഒരു രീതിയിലൊക്കെ എടുക്കുന്നുണ്ട്, ഇച്ചിരി ഫാസ്റ്റ്. ഇപ്പം എല്ലാ സിനിമകളും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ബേസിക്കലി എനിക്ക് മനസ്സിലായത് തെലുങ്ക് പടമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോ അങ്ങനത്തെ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഒരു മലയാളി, ഒരു കേരളത്തിലുള്ള പിന്നെ ഫാൻസിന് ഇഷ്ടപ്പെടുന്നു. പൃഥ്വിരാജും ഉണ്ട്, പിന്നെ മോഹൻലാലും വരുന്നത് കൊണ്ട് ഉറപ്പായിട്ടും രണ്ട് രീതി. പിന്നെ ഒരു അൺഎക്സ്പെക്ടഡ് ക്യാമിയോ ഉണ്ട്, നമ്മളതാരെന്ന് പറയുന്നില്ല, രസം പോണ്ട് അത് ആ സമയത്ത് നല്ല കൈയടി ചെയ്യുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ. ഇതൊരു എവിടെ അനൗൺസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കഥാപാത്രം. ഒരു കിടില ലാലേട്ടനായാലും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ കാണിക്കാതിരിക്കുന്നതായിരിക്കും. കുറച്ച് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചില സ്ഥലത്ത് കാണിക്കുന്നില്ല എങ്കിൽ പോലും അതിന്റെ ശബ്ദങ്ങളും ഈ നമ്മുടെ ഈ ചുറ്റിയേം കൊണ്ടൊക്കെ അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളെ കാണിക്കുന്നില്ല, ചോര തെറിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് സൗണ്ടും കാര്യങ്ങളും കേൾക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലൂടെ അത് നമ്മൾ ഇമാജിൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതിലും പിള്ളേരെ കാണിക്കാതിരിക്കുന്നതായിരിക്കും പൊതുവെ നല്ലതെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണിത്. അപ്പം ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പം സിനിമ കണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് വഴി ഞങ്ങളെ രേഖപ്പെടുത്തുക. അപ്പം പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. ബൈ ബൈ.